ശേഷം മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്ത മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ വരുന്നു. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ശക്തമായി പ്രതികരിക്കുന്നു. വിശദാംശങ്ങളുമായി ആർ ശ്രീജിത്തും ആർ റോഷിപാലും തുടരുന്നുണ്ട്. ശ്രീജിത്ത്, നേരത്തെ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിക്കൊരു PR ഏജൻസിയുടെ ആവശ്യം എന്ത് എന്നുള്ള കാര്യമാണ് ഒരു അഭിമുഖം നൽകുന്നതിൽ. അപ്പോൾ അതിൽ ആ ചോദ്യം നമ്മൾ തിരിച്ചും ചോദിക്കുകയാണ്. ആ ചോദ്യം ഇങ്ങോട്ട് മാധ്യമങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ PR ഏജൻസിയുടെ റോൾ ആരാണ് കണ്ടുപിടിക്കേണ്ടത്? എന്താണ് ഇക്കാര്യത്തിൽ മന്ത്രിമാർ പറയുന്നത്? PR ഏജൻസി മുഖ്യമന്ത്രിക്കുണ്ട് എന്ന കാര്യം ഒരു വസ്തുതയാണ്. ആ വസ്തുത ഹിന്ദു ദിനപത്രത്തിൻ്റെ ഇന്നലത്തെ വിയോജനക്കുറിപ്പിൽ അവർ അത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനോടുള്ള പ്രതികരണം ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയിട്ടുമില്ല. കാരണം ഇന്നലെ ഏതാണ്ട് വൈകുന്നേരത്തോടെ വന്ന ഹിന്ദുവിൻ്റെ വിയോജനക്കുറിപ്പിൽ അവർ ഈ PR ഏജൻസിയുടെ സാന്നിധ്യം, അഭിമുഖത്തിലെ സാന്നിധ്യം, അവർ എഴുതി കൊടുത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞ മലപ്പുറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് എന്നുകൂടി അവർ ഈ വിയോജനക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇതുവരെയും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ നിഷേധിച്ചിട്ടില്ല. എന്നാൽ മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസിയുടെ ആവശ്യം എന്താ എന്ന ചോദ്യം തിരിച്ചു മാധ്യമങ്ങൾക്ക് നേരെ ചോദ്യം ഉയർത്തിക്കൊണ്ട് ഒരു ദുർബല പ്രതിരോധം തീർക്കാൻ ശ്രമം നടത്തുന്നു എന്നതല്ലാതെ ഇക്കാര്യത്തിൽ ഒരു വസ്തുതയുമില്ല എന്നതാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. കാരണം ഈ സെപ്റ്റംബർ 21 രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്തെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയും ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ട നടപടികളും ഒപ്പം തന്നെ വിശദീകരിക്കുന്ന ഘട്ടത്തിൽ ഈ പണവും ഒപ്പം തന്നെ സ്വർണവും മയക്കുമരുന്നുമെല്ലാം നാടിനെതിരായി പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന വാചകം കൂടിയുണ്ട്. അപ്പോൾ ആ നാടിനെതിരായി പ്രവർത്തിക്കുന്നു എന്ന വാചകമാണ് ആൻറ്റി സ്റ്റേറ്റ്, ആൻറ്റി നാഷണൽ പ്രവർത്തനങ്ങൾ എന്ന മട്ടിൽ ഇൻ്റർവ്യൂവിൽ കടന്നുകൂടിയത്. അപ്പോൾ അതും മുഖ്യമന്ത്രി പറയാത്തതല്ല എന്ന കാര്യം കൂടി നമ്മൾ ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യമാണ് PR ഏജൻസി പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കുന്നില്ല, അത് പ്രസിദ്ധീകരിച്ച ഹിന്ദു ദിനപത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ രാഷ്ട്രീയ കുരുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മൗനം തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ എന്താണ് ശ്രീജിത്തിന് കിട്ടുന്ന മറുപടി? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഈ ഹിന്ദുവിന് ഒരു അവരുടെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു കത്തയച്ചത് പരസ്യപ്പെടുത്തിയതല്ലാതെ പിന്നീട് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തല്ലാതെ മറ്റൊരു പ്രതികരണവും മുഖ്യമന്ത്രിയുടെ വാർത്താ വിഭാഗം, ഈ മാധ്യമ വിഭാഗം ഇന്ന് പ്രതികരിച്ചിട്ടില്ല. മറ്റൊരു കാര്യത്തിലും അവർക്ക് ഈ ഒരു പ്രതികരണവും അവർ നടത്തുന്നുമില്ല. എന്നാൽ ഈ കാര്യത്തിൽ PRD അടക്കമുള്ള സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് PRD ഇത്തരമൊരു ഏജൻസി, കേസർ എന്ന ഏജൻസിയെ എംപാനൽ ചെയ്തിട്ടില്ല. PRDക്ക് അത്തരമൊരു ഏജൻസിയുമായി ബന്ധമില്ല. അപ്പോൾ ആരാണ് ഈ ഏജൻസിയെ നിയോഗിച്ചതെന്ന കാര്യത്തിലും ദുരൂഹതയേറുകയാണ്. അങ്ങനെയെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വലിയ തോതിൽ ബജറ്റ് പണം, അതായത് പൊതുപ്പണം ഈ ബ്രാൻഡിങ്ങിനും പരസ്യത്തിനുമൊക്കെയായി വിനിയോഗിക്കുന്ന മറ്റു വകുപ്പുകൾ ഏതെങ്കിലും ആണോ ഈ കേസർ എന്ന ഏജൻസിയെ നിയോഗിച്ചിരിക്കുന്നത്? അതും മുഖ്യമന്ത്രിയുടെ ഈ സർക്കാരിൻ്റെയും പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ എന്നത് അതുകൂടി ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു വിശദീകരണം അനിവാര്യമാകുന്ന ഘട്ടമാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ ഒന്നാം പേജിൽ തന്നെയുണ്ട് ഇതേ വിവരങ്ങൾ മുൻപ് മറ്റൊരു ഏജൻസിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നു എന്നുള്ളതാണ് മറ്റൊരു PR ഏജൻസിയിൽ നിന്നും. ആ കുറിപ്പിലെ പരാമർശങ്ങൾ സ്വർണ്ണക്കടത്ത് മാഫിയയെ ഇല്ലാതാക്കാൻ നടത്തിയ ഇടപെടലുകൾ കാരണമാണ് മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. 2020 മുതൽ 337 ഹവാല കേസുകൾ രജിസ്റ്റർ ചെയ്തു. 122.55 കോടി രൂപ പിടിച്ചെടുത്തു. ഇതിൽ വലിയൊരു ഭാഗം തുകയും നിരോധിത സംഘടനകൾക്കും വേണ്ടി എത്തിയതാണ്. അത് മലപ്പുറത്തു നിന്നാണ് പിടികൂടിയത് എന്ന വാചകങ്ങളാണ് ആ PR ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി മാധ്യമങ്ങൾക്ക് നൽകിയത്. അപ്പോൾ നോക്കൂ, ഇതേ വിഷയമാണ്, ഇതേ കാര്യങ്ങൾ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നാം പിണറായി സർക്കാരിനെ പിടിച്ചുലച്ച അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കിയ ഒരു കാര്യമാണല്ലോ സ്വർണ്ണക്കടത്ത് ആരോപണം. അത് എമിഗ്രേഷൻ ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത്. അപ്പോൾ ഇമേജ് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിനെതിരെയും കള്ളക്കടത്തിനെതിരെയും ഒക്കെ ശക്തമായ നിലപാടെടുക്കുന്ന സർക്കാരാണ് എന്നത് ഊന്നി അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കാൻ വേണ്ടി ഈ വിഷയം മലപ്പുറത്തെ പിടിച്ചുകൊണ്ട് ഉന്നയിക്കുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം?
സ്മൃതി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി PV അൻവർ ഉയർത്തിവിട്ട ആക്ഷേപങ്ങൾ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും CPIM-നെയും വല്ലാതെ ബാധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടമേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ PV അൻവറിൽ നിന്നുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയുടെ പോലീസ് സംവിധാനത്തിന് RSS-മായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. RSS-മായി ബന്ധമുണ്ട് എന്നതിൻ്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ADGP RSS നേതാക്കളുമായി ഊഴം വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയെപ്പറ്റി PV അൻവർ മാത്രമല്ല പറയുന്നത്, CPI നേതൃത്വവും ആശങ്കയോടെ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പ്രതിച്ഛായ നഷ്ടമായിട്ടുണ്ട്. ആ പ്രതിച്ഛായ നഷ്ടം പരിഹരിക്കാനുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് മറ്റൊരു ഏജൻസിയെ കൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അവസാനം അൻവറിന് മറുപടി പറഞ്ഞ് വാർത്താസമ്മേളനം നടത്തിയത് സെപ്റ്റംബർ 21-നാണ്. അപ്പോൾ ഒരാഴ്ച മുമ്പെന്ന് പറയുമ്പോൾ ഏതാണ്ട് അതേ കാലയളവിലാണ് ഇത്തരമൊരു പ്രചരണം ദേശീയ തലത്തിൽ നടത്തുന്നത്. അതിന് കേസിനല്ലാതെ മറ്റൊരു ഏജൻസിയുണ്ട്. അപ്പോൾ വിവിധ തരത്തിലുള്ള ഏജൻസികൾ ഇക്കാര്യത്തിലെല്ലാം സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ഒക്കെ ഇടപെടുന്നുണ്ട്. ഇവർക്കെല്ലാം എവിടെ നിന്നാണ് പണം കൊടുക്കുന്നത്? ആരാണ് ഇവരെ നിയന്ത്രിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് നിയന്ത്രണമെങ്കിൽ എങ്ങനെയാണ് മലപ്പുറത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരാമർശം അവിടേക്ക് നൽകപ്പെടുന്നത്? അതിനുള്ള തീരുമാനം എവിടെ നിന്നാണ് പോകുന്നത്? തുടങ്ങിയ അനവധി ചോദ്യങ്ങൾ ഇതെല്ലാം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും. അതുകൊണ്ട് തന്നെ ഹിന്ദുവിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ എതിരായ പരാമർശത്തെ പ്രതിരോധിക്കാൻ ഹിന്ദുവിനെ ചാരിക്കൊണ്ട് നടത്തിയ ഇടപെടൽ അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ സർക്കാരിനെ വലിയ തോതിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. ശരി.